എന്തായി കാണിക്കണേ വൈകി അങ്ങ് മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. വലുതും കേട്ടാ എന്താ വിചാരിക്കുക? വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അകത്തിരിക്കും. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താ കേൾക്കണത്. എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ? അസ്സലാമു വറഹ്മത്തുള്ളാഹി. എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും 3 ഡോട്ട്സ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എമോ ഹോട്ടലിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ ഇവിടുത്തെ ഫുഡ്, കിച്ചൺ, അതുപോലെ റെസ്റ്റോറൻറ്റ് വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വിശേഷങ്ങൾ, അതുപോലെ കിച്ചൺ, അതുപോലെ ഫുഡിൻ്റെ ഒക്കെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യത്തെ വീഡിയോക്ക് നിങ്ങൾ തന്ന ലൈക്കിനും കമൻറ്റിനും ഒക്കെ ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. കയ്യാലപ്പുറത്ത് തേങ്ങ കൂട്ടിയിട്ടാരി വെച്ചാൽ ഈ മേശൊക്കെ കൂടി ഇവിടെ നിരത്തിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു 100-150 ആൾക്കാർക്ക് ഇവിടെ കുത്തിയിട്ട് ഭക്ഷണം കഴിക്കാം. മാത്രമല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ചൂടും കറി എടുക്കുന്നുള്ള ഒരു പേടിയും വേണ്ട. കാരണം ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ നിരത്തി തൂക്കിയിട്ട ലൈറ്റും ഫാനും ഒക്കെ കേട്ടോ. അത് കാണാൻ നല്ല ചൊറുക്കുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ റെസ്റ്റോറന്റിന്റെ കാഴ്ച എന്ന് പറയുന്നത്. എന്നാ പിന്നെ നമുക്ക് അടുക്കളയിൽ ഒന്ന് കയറി വയ്ക്കാലോ. ഈ ഇരുന്ന് ഉള്ളി തൊലിക്കുന്ന ആള് ഇവിടുത്തെ പണിക്കാരനൊന്നല്ല, എൻ്റെ ചങ്ങായി ബിനോയ് ആണ്. അപ്പോൾ ഏകദേശം 9 ദിവസം കഴിഞ്ഞ് ഞങ്ങളിവിടെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട്. കൊറോണ കാരണം ഹോട്ടൽ അടച്ചിട്ടതായതുകൊണ്ട് ഇവിടുത്തെ ഷെഫൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ ഞങ്ങൾ പുറത്തുനിന്നാണ് കൊണ്ടുവരിക്കാറ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ മാനേജർക്ക് നമ്മളോട് വല്ലാത്തൊരു മഹബത്ത്. മൂപ്പര് കുറച്ച് മധുരക്കേങ്ങ് എടുത്തു നിന്നിട്ട് നമ്മളോട് പറഞ്ഞ് ഞങ്ങൾ കിച്ചണിൽ കയറി കണ്ട് ഉണ്ടാക്കിക്കോളി. പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടിയ ചാൻസിൽ നമ്മൾ അടുക്കളൻ്റെ ഭരണം ഏറ്റെടുത്തു. അയ്യ അടിപൊളി ചമ്മന്തി, ബിനോയ് കുട്ടൻസ് ചമ്മന്തി റെഡി. ഇതിലെന്തൊക്കെയാ ബിനോ ചേർത്തേ? പുളി, ഉപ്പ്, മുളക്. ഏത് മുളക്? വറ്റൽമുളകല്ലേ? വറ്റൽമുളക്, പിന്നെ ചെറിയ ഉള്ളി അല്ലേ? സുർക്ക ചേർത്തണ? വെളിച്ചെണ്ണ ചേർത്തണ? സുർക്ക ചേർത്തണ? ഓക്കെ, നമ്മളെ ചട്നി റെഡി അല്ലേ? ചട്നി റെഡി. നമ്മളെ സ്വീറ്റ് പൊട്ടാറ്റോ കൂടി കുക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് റെഡി.
ഹോട്ടലിന്റെ മാനേജർ. അപ്പൊ പുള്ളിക്കാരനെ തന്നെ നമ്മൾ ആദ്യം അങ്ങോട്ട് സഹകരിച്ച്. അവർക്ക് സ്പൈസ് ഒന്നും ഒരു ഇഷ്യൂ ഉള്ള കേസല്ല. ഇറ്റ്സ് കേരള സ്പെഷ്യൽ ഉള്ളിച്ചമ്മന്തി. Sir, this you can take. Yeah, take. Please remove that. They know. Yeah, they know. കുട കുറച്ച് ചോറിച്ച് കൊടുക്ക്. ഓക്കെ. നമുക്ക് തകർക്കായിരുന്നു. ഏതായാലും ഇന്ന് നമ്മുടെ ഫുഡ് കഴിച്ചപ്പോൾ പുള്ളി നമ്മളോട് പറഞ്ഞു നാളെ നമുക്ക് ഗ്രില്ലുണ്ടാക്കാം, മീനും ചിക്കനൊക്കെ മേടിച്ച് ഗ്രില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഒരു വീഡിയോ ഇതേപോലെ തന്നെ കുക്കിംഗ് വീഡിയോ വരും. ഓക്കെ, അപ്പോൾ അതുവരേക്കും ബൈ ബൈ.